നമസ്കാരം, ഡെയിലൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ആർജെ ശ്രീയാണ്, റെയിൻബോ FM 107.5 ആർജെയാണ്. ഹൗ ടു മേക്ക് ഇൻഡോർ പ്ലാന്റ് പോട്ട്സ്, അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എങ്ങനെ ഒരു നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നടാൻ പറ്റിയിട്ടുള്ള ഒരു പോട്ട്സ് ഉണ്ടാക്കാനുള്ളതാണ്. ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ആ യൂട്യൂബിലുള്ള വീഡിയോസ് ഒക്കെ നോക്കി ചെയ്യാൻ നേരത്തെ നമുക്ക് ആ തംബ്ലൈനിൽ കാണുന്ന പോലെയുള്ള ക്വാളിറ്റി ഒന്നും മിക്കവാറും കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതിൽ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരുപാട് തരം മെത്തേഡുകളുണ്ട്, പല രീതിയിലും ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. ഇത് ഏറ്റവും ചിലവ് കുറച്ച രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്വാളിറ്റിയിൽ നമുക്ക് ഈ പറയുന്ന പോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പോട്ട്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസും സിമെൻറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പോട്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് നമ്മൾ ആദ്യം ചെയ്തെടുത്തൊരു സാധനമാണത്. ഇതിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന മുട്ട തൊണ്ടിൻ്റെ കട്ടിയുള്ളൂ കേട്ടോ. ഇത് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ പൊട്ടി പോകും. പക്ഷേ ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടി ഉള്ളിൽ ഈ പറയുന്ന സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് കട്ടിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് നല്ല ഫിനിഷായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ ഫിനിഷായിട്ട് നമുക്ക് കിട്ടിയേക്കണെയാണത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം പല മെത്തേഡിലും ഈ ഒരു ഫിനിഷ് കിട്ടില്ല. പക്ഷേ ഇതിന് കുറച്ച് ക്ഷമ വേണം. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ യൂട്യൂബിലൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് വീഡിയോസ് കാണാൻ കഴിയും. പക്ഷേ നമുക്ക് അത് കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ സാധനങ്ങൾ കിട്ടാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് അത്യാവശ്യം നല്ല മിനുസവും കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ അടന്നു പോയേക്കുന്നതാണ്. ഈ സൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പം അടന്നു പോയതാണ്. അപ്പോൾ ഒട്ടും ബലം പിടിക്കാൻ പറ്റില്ല. ബലം പിടിക്കാതെ വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇതിന് ശേഷം കുറച്ചുകൂടി സിമെൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയാവും. ഇതിപ്പോൾ കട്ടി ഒട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് നടന്നു പോകണം. ഇതിനകത്ത് ഈ പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ഈ പുറത്തുള്ളത്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് മാത്രമാണ് സിമെൻറ്റ് കഴിച്ചിട്ടുള്ളൂ. നല്ല കട്ടിക്ക് സിമെൻറ്റ് കഴിച്ച് പിടിപ്പിച്ചെടുത്താൽ മാത്രമാണ് നമുക്കിത് നല്ലൊരു ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്തേക്കണതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സൈഡിൽ അത്യാവശ്യം സിമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അത്യാവശ്യം നല്ല കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, മറ്റതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട്. ഉള്ളിൽ നമുക്ക് അത്ര ഫിനിഷ് ചെയ്തിട്ടില്ല. ഉള്ളിൽ കുറച്ചുകൂടി നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഉള്ളിൽ നമുക്ക് അത്ര ഫിനിഷ്. അപ്പോൾ നമുക്ക് പോട്ട് ഇങ്ങനെ കാണാവുന്ന രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവൽ സാധനം കിട്ടിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇനി പെയിൻ്റ് അടിക്കണം. ഇതിനകത്തിപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ മെയ്ഡ് ചെയ്ത് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എടുത്തിട്ട് അകത്ത് സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് നല്ല കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പൊട്ടാത്ത രീതിയിൽ. നിലത്ത് ചാടിയോ പൊട്ടിപ്പോകും. കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസും സിമെൻറ്റും മാത്രമേ ഇതിനകത്തുള്ളൂ, വേറെ ചേർത്തിട്ടില്ല. അപ്പം നമുക്കപ്പോൾ ഇതിന് അത്യാവശ്യമായിട്ട് നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടി. നല്ലൊരു ഫിനിഷ് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല മിനുസമാണ്, നല്ലൊരു ഫിനിഷ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് നോക്കാം. കാരണം മഴ ആയതുകൊണ്ട് ഇത് ഉണങ്ങിയിട്ടില്ല. പല സ്ഥലവും ഉണങ്ങാണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് നോക്കാം ഇതെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഈ രീതിയിൽ ബലൂണിലേക്ക് ഫെവിക്കോൾ വെച്ച് തേക്കുകയാണ്. ഫെവിക്കോൾ അടങ്ങാൻ ഉപയോഗിച്ചാണ്. ഫെവിക്കോൾ വെച്ച് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, പേപ്പർ, ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ബുക്കിൻ്റെ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ ആ പേപ്പർ വെച്ചിട്ട് വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ. നമ്മൾ വിചാരിക്കും കുറച്ച് ഫെവിക്കോൾ മതി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പശ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു നല്ലൊരു ഫിനിഷിൽ നമുക്ക് പറയുന്ന പോട്ടിൻ്റെ പുറം സൈഡ് നല്ലൊരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബലൂണില്ലേ, അത്തരം ബലൂണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പശ തേക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒട്ടിക്കുന്ന സമയത്തോ നനഞ്ഞു കഴിയുമ്പോൾ ആ ബലൂൺ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റിയുള്ള ബലൂൺ നിങ്ങൾ വാങ്ങണം. അത്രയും ക്വാളിറ്റിയുള്ള ബലൂൺ ആണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ സാധനം ശരിയാവുള്ളൂ. കാരണം ഞാനിത് 2-3 തവണ ഉണ്ടാക്കി നോക്കിയപ്പം അതിൻ്റെ ഒരു പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. അതുപോലെ 2 റൗണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേപ്പറാണ് നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുകളിലും കൂടി ഒരു പേപ്പറും കൂടി ഉണ്ടെങ്കിൽ നല്ല ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടി ചെയ്യുകയാണെങ്കിലാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഇത് ഒട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്
ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതലെടുക്കും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാധനം കിട്ടും, നല്ല ഫിനിഷായിട്ട് സാധനം കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല, നമുക്ക് വളരെ ചിലവ് കുറവായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ടും, അതുപോലെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എല്ലാവരും ചെടി നടുന്നൊരു ട്രെൻഡാണല്ലോ. അപ്പോൾ ചിലവ് കുറച്ചിട്ട് അങ്ങനെയൊക്കെ നടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറാണ് എടുത്തേക്കുന്നത്. ചില ബുക്കിൻ്റെ പേപ്പറൊക്കെ എടുക്കുകയാണെങ്കിലും നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ബുക്കിൻ്റെ പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കട്ടിയുണ്ടല്ലോ, ചില പ്രിൻ്റഡ് ആയിട്ടുള്ള ബുക്കിൻ്റെ ഒക്കെ പേപ്പേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടി കട്ടി കൂടുതലായിരിക്കും. അപ്പം അതും കൂടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം 2-3 ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഇതെന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ന്യൂസ് പേപ്പറിലാണ് കാണിച്ചത്. ഞാൻ ന്യൂസ് പേപ്പറിലും ഈ പറയുന്ന ബുക്കിൻ്റെ പേപ്പറിലും 2 രീതിയിലും ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നതാണ്. നമുക്കിപ്പം അതിപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കത് അതിൻ്റെ ഉള്ളിലുള്ള ബലൂൺ നമുക്ക് പൊട്ടിച്ച് നമുക്ക് സെറ്റാക്കി നോക്കാം. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇളക്കി ഒഴിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ ബലൂൺ ഫുള്ള് ഒട്ടിച്ചെടുക്കണം. ഇത് നമ്മൾ ആദ്യം ന്യൂസ് പേപ്പർ മാത്രം വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഇതാണ്. ഇപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ലെയർ ന്യൂസ് പേപ്പറാണ് ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെന്താ സംഭവിക്കുകയെന്ന് നമുക്ക് കണ്ടറിയാം. ഇത് ബുക്കിൻ്റെ ഒരു ബുക്കായിരുന്നു, പ്രിൻ്റഡ് ആയിട്ടുള്ള ബുക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പറാണ്. അപ്പോൾ കുറച്ച് ക്വാളിറ്റി ഉണ്ട്, കുറച്ച് ബലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ഇത് സക്സസ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്താട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ബലൂൺ നല്ല ബലൂണായിരിക്കണം. അതുകൊണ്ട് തന്നെ ബലൂൺ പൊട്ടല്ല, കുറച്ച് ക്വാളിറ്റിയുള്ള ബലൂണാണ്. അതുകൊണ്ട് പൊട്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. നമുക്കിത് കെട്ടഴിച്ചെടുക്കാൻ പറ്റുമോ നോക്കുമല്ലോ. ബലൂൺ ഏതായാലും കുത്തി പൊട്ടിക്കേണ്ടതൊന്നുമില്ല, നമുക്ക് കെട്ടഴിച്ചെടുക്കാൻ പറ്റി. കെട്ട് തുറന്നു വിടുകയാണ്, എന്തായിരിക്കും അവസ്ഥ നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബലൂണിലെ കാറ്റ് ശരിക്കും പോയി, പക്ഷേ ബലൂണിൽ നിന്ന് വിട്ടുപോകാനില്ല. ബലൂണിൽ പറയുന്ന പേപ്പറിൽ നിന്ന് വിട്ടുപോകാനില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇത് പൂഞ്ചിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അവർ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ. ഇത് വിട്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പറയുന്നൊരു പശ ആയതുകൊണ്ടാണോ ഫെയ്ക്കോൾ ആയതുകൊണ്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഫെയ്ക്കോളാണ് ഞാൻ ഉപയോഗിച്ചത്, പക്ഷെ അതുകൊണ്ടായിരിക്കാം തോന്നുന്നു. ഉദ്ദേശിച്ച രീതിയിൽ വിട്ടുവന്നില്ല, കാരണം ഇത് ചുളുങ്ങി ആകെ ഇതായി പോയിട്ടുണ്ട്. അത് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഊരി കഴിഞ്ഞിട്ട് ശേഷം ശരിയാക്കി എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമ്മുടെ ശ്രമത്തിനൊടുവിൽ അവസാനം കിട്ടിയതാണത് ഈ രീതിയിലായി പോയി. പക്ഷെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ഇത് ഈ രീതിയിൽ നമുക്കൊന്ന് ഇത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാകും നമുക്ക് അവസാനം പ്ലാസ്റ്റർ പാരീസ് ഒഴിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും നമുക്ക് അറിയാൻ പറ്റും. ഏതായാലും നമ്മൾ അതിനകത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും അത്യാവശ്യം ചുളുങ്ങി പോയി, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല ഗ്ലേസിംഗ് ആയിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പ്ലാസ്റ്റർ പാരീസ് ഒഴിക്കാൻ നേരം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അടുത്തത് ഇതാട്ടോ. ഇതും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു നോക്കാൻ പോകണം. എന്തായിരിക്കും അവസ്ഥ കണ്ടറിയണം. ഇത് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാട്ടോ എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതിനുള്ളിൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, ബലൂൺ തന്നെ വിട്ട് പോകുന്നത്. അപ്പോൾ എനിക്കൊന്ന് ന്യൂസ് പേപ്പറിനേക്കാൾ നല്ല ഇതുപോലെ കുറച്ച് കട്ടിയുള്ള പേപ്പർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ 2 റോളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. ഇത് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടിയെന്നാണ് പറയാം. അതിൻ്റെ ബലൂൺ കിട്ടുന്നത് എവിടെ ബലൂൺ എവിടെ ഉള്ളിൽ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. കുറച്ച് നല്ല മിനുസത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല മിനുസത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം നിലത്ത് വെക്കാവുന്ന രീതിയിൽ വേണമെങ്കിൽ അത് അവസാനം ചെയ്താലും മതി, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതായാലും ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ചുകൂടെ വട്ടം ഉണ്ടാക്കിയെടുക്കാം. ഏതായാലും നമുക്ക് കിട്ടിയേക്കുന്നതിൽ ന്യൂസ് പേപ്പർ ഒരു ലെയർ ന്യൂസ് പേപ്പർ മാത്രം വെച്ചത് നമുക്ക് ചളങ്ങിയാണ് പോയത്. പക്ഷെ നമുക്ക് ഉള്ളിൽ കൈ ഇട്ടിട്ട് നമുക്കൊന്ന് കറക്റ്റായി ഇത് എടുക്കാൻ പറ്റും. ഇത് ഒന്നും ചെയ്യേണ്ടതൊന്നുമില്ല, അതേ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടി. കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ. രണ്ടാമത് ബലൂൺ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വീർപ്പിച്ചിട്ട് ഒന്നും നിവർത്തിയെടുത്തിട്ടുണ്ട്.
ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏകദേശം ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് ആസ്പെറ്റോസും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒന്ന് കലക്കി ഒഴിച്ചു നോക്കാം, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇത് ഇങ്ങനെ ഒരു 100 തവണ ചെയ്ത് കഴിയുമ്പോൾ സാധനം സെറ്റാവും. എനിക്ക് തോന്നുന്നു കുറച്ച് വെള്ളം കൂടി പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല, വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല. ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അത് ഏതെങ്കിലും ഒരു സമയത്ത് സെറ്റാവുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് പ്ലാസ്റ്റർ പാരീസാണ് കലക്കി ഒഴിച്ചേക്കുന്നത്. ഇതുപോലെ ഒരു 3 റൗണ്ട് 4 റൗണ്ട് പ്ലാസ്റ്റർ പാരീസ് കലക്കി ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു കട്ടിയുള്ള സാധനം കിട്ടും. അതിനുശേഷം ഒന്നിൽ വൈറ്റ് സിമെൻറ്റോ അല്ലെങ്കിൽ സാധാരണ ഗ്രേ സിമെൻറ്റോ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നല്ലൊരു കട്ടിയിലുള്ള പൂണ്ട് തന്നെ നമുക്ക് കിട്ടും. ഉദ്ദേശമില്ല, നമ്മൾ ശരിക്കും നല്ല പണി കിട്ടി. നമുക്കിത് കട്ടി കുറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. നനഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും ഇതായിട്ട് വന്നു. നനഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും ചുളുങ്ങി പോയിട്ടുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് മൂഞ്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ മെത്തേഡിലേക്ക് കിടക്കുകയാണ്. അത് സക്സസ് ആവുമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മളിത് ഇതുപോലെ ശരിക്കും കറക്കി കൊടുക്കുക. കാരണം എല്ലാ ഭാഗത്തും ഇത് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് പ്ലാസ്റ്റർ പാരീസ് ഉറച്ചു പോകും. അപ്പോൾ നമ്മൾ ഇത്ര നേരം വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സൈസ് ഇത് ഇതുപോലെയായി. ഇവിടെയൊക്കെ കട്ടി കുറച്ചിട്ട് പ്ലാസ്റ്റർ പാരീസ് പിടിച്ചത്. അപ്പോൾ ആ സ്ഥലത്തുള്ള ഇതൊക്കെ പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണം. ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുമായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബ്ലേഡ് ഉപയോഗിച്ച് ചുമ്മാ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഈ രീതിയിൽ വരുന്നുണ്ട്. ഹായ് പോയി പോട്ടെ നല്ല ഡിസൈൻ പോലെ വരുന്നുണ്ട്. ഞാനത് വട്ടം മുറിക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടെന്ന്, പക്ഷേ വട്ടമല്ല മുറിയുന്നത്. എനിക്കൊന്നും ഇത് ഇങ്ങനെ തന്നെ വെച്ച് ഒരു ഡിസൈനായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. ബലൂൺ തന്നെ ഇങ്ങനെ കീറാൻ പാകത്തിന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈനായിട്ട് കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. എന്നുവെച്ചാൽ അധികം മുറിക്കാത്തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റർ പാരീസ് ആയതുകൊണ്ട് തന്നെ തീരെ നൈസാണേ. അപ്പോൾ പെട്ടെന്നത് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ഇത് കൊടുക്കാതെ, ബലം കൊടുക്കാതെ ബലൂൺ മാത്രം കട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നില്ല. അതിലിപ്പോൾ നമുക്ക് അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫിനിഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ കുറച്ച് സ്ഥലം ഫിനിഷ് ഇല്ല, പക്ഷെ എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ സ്ഥലത്തൊക്കെ നല്ല ഫിനിഷായിട്ടാണ് കിട്ടിയ സാധനം. കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ബലൂണിൽ നിറയ്ക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ നിറച്ചിരുന്നു. അപ്പോൾ പക്ക ഒരു കോഴിമുട്ടയുടെ ഷേപ്പിലാണ് കിട്ടിയത്. ഈ ഒരു ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒരു കോഴിമുട്ടയുടെ ഷേപ്പിലാണ് കിട്ടിയത്. നമുക്ക് ശരിക്കും ഉണങ്ങി കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ആദ്യത്തേൽ ശരിക്കും ഉണങ്ങുന്നതിന് മുമ്പാണ് ഇതിൻ്റെ ഉള്ളിൽ സിമെൻറ്റൊക്കെ ഒഴിച്ചത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഗ്ലേസൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു ഇത് നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിവിടെ ചെറുതായിട്ട് ഇവിടെ ഒരു വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ബബിളിരുന്ന് തന്നെയാണെന്ന് തോന്നുന്നു. അല്ലാതെ നോക്കിയാൽ ഭയങ്കര മിനുസാണ്. നല്ല മിനുസത്തിൽ തന്നെയാണ് കിട്ടിയത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ചേക്കാളും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിലാണ് വെച്ചത്. അപ്പോൾ ആ പാത്രത്തിൻ്റെ വരമ്പ് കൊണ്ടിട്ടാണ് ഈ ഒരു ഇത് വന്നത്. പക്ഷേ ഈ സൈഡിൽ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. കറക്റ്റ് ഡിസൈനും തന്നെ കറക്റ്റ് ഫ്ലോയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ മാത്രമാണെങ്കിൽ ഒരു ഫ്ലോയും ഈ ഒരു സ്ക്രാച്ചസും ഉണ്ട്. ഏതായാലും നമുക്കൊന്ന് വെച്ച് സെറ്റാവാൻ നോക്കാം. സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ പെയിൻറ് അടിച്ച് വെച്ചാണ് സാധനം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് മഴ ചെയ്താൽ കുറച്ച് പെയിൻറ് പോയിട്ടുണ്ട്. പക്ഷേ ആ ഉദ്ദേശിച്ച രീതിയിൽ കട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ ഉണങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. നനവായതുകൊണ്ട് ഉണങ്ങി തുടങ്ങുന്നേ ഉള്ളൂ ഇവിടെയൊക്കെ. ഇത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ബലൂണിൽ നിന്ന് എടുത്ത ഒരു സംഭവമാണ്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് പെയിൻറ് ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ചെടി നടാനൊന്നും പാകത്തിനല്ല. ഇത് മാത്രമാണ് നമുക്ക് ചെടി നടാൻ പാകത്തിനായിട്ടുള്ളൂ. എന്നാലും കുറച്ച് പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഇപ്പോൾ ഫൈനലായിട്ട് നമുക്ക് സാധനം കിട്ടിയേക്കണ ഔട്ട് കിട്ടിയേക്കണ സംഭവമാണത്. നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. നല്ല ഗ്ലോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സിമെൻറ്റ് എന്തെങ്കിലും ഒഴിച്ചിട്ട് ഗ്രൗട്ടായിട്ട് കലക്കി വെക്കണം. സിമെൻറ്റ് ചുമ്മാ കലക്കിയിട്ട് ഒരു
കുറുക്കി ഒഴിച്ചിട്ട് ശരിക്കും എല്ലാ സ്ഥലത്തേക്കും പറ്റുന്ന രീതിയിൽ റൗണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടും. ഇതേപോലെ നല്ല കട്ടിയായിട്ട് കൊടുക്കും. ഇതിനകത്ത് എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് സിമെൻറ്റ് ഒഴിച്ചു. അപ്പോൾ അതുകൊണ്ട് കുറേ സ്ക്രാച്ചസും കാര്യങ്ങളും വീണിട്ടുണ്ട് ഇതിനകത്ത്. ഇത് സ്ക്രാച്ച് അല്ല, ഇത് പെയിൻറ്റ് പിടിക്കാത്തതാണ്. അപ്പം അല്ലാതെ നോക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സാധനം കിട്ടി. നമുക്ക് പ്രത്യേകിച്ച് സാൻഡ് പേപ്പർ ഉപയോഗിക്കാൻ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഇത് മുട്ടത്തോട് പോലെ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഷേപ്പായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇത് എവിടേക്ക് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കടന്നു പോയത്, ഉണങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് സിമെൻറ്റ് കലക്കി ഒഴിച്ചുകൊണ്ടാണ് പറ്റിയത്. അപ്പോൾ എന്നാൽ നമുക്ക് ഈ ഒരു ലെവലിൽ മുതൽ കട്ട് ചെയ്തെടുത്തതിന് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത് ശരിക്കും ഒന്നുകൂടി സിമെൻറ്റ് ചെയ്ത് ഇതുപോലെ നല്ല കട്ടിയായിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിനുള്ളിൽ ചെടികളൊക്കെ നട്ടു വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചട്ടികൾ ഉണ്ടാക്കുന്ന വീഡിയോസാണ്.